എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 29ഉം 30ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അരിഷ്ടാസുരന് മോക്ഷം കൊടുത്തു എന്ന് പറയുന്ന ഭാഗം ഒന്നുകൂടി വർണ്ണിച്ചിട്ട് ആ ഒരു കഥാഭാഗത്തിന് പര്യവസാനം കൽപ്പിക്കുകയാണ് കവി ചെയ്യുന്നത്. നമുക്ക് ആദ്യം 29ാമത്തെ ശ്ലോകം നോക്കാം. തസ്മൈ നിജസ്പർശപവിത്രിതായ ദൈത്യായ ദത്വാ പദമുത്തമം സ്വം കിമപ്യകൃത്വേവ തതഃ സ ഭൂയശ്ചിക്രീഡമിത്രേണ ജനേന സാകം. നമുക്കാദ്യം പദച്ഛേദം നോക്കാം. തസ്മൈ നിജസ്പർശപവിത്രിതായ ദൈത്യായ ദത്വാ പദം ഉത്തമം സ്വം കിം അഭി അകൃത്വാ ഇവ തതഃ സ ഭൂയഃ ചിക്രീഡ മിത്രേണ ജനേന സാകം. ഇവിടെ കഥ കൺക്ലൂഡ് ചെയ്യാണ് കവി ചെയ്യണത്. തൻ്റെ സ്പർശം കൊണ്ട് പവിത്രമായ ശരീരത്തോടു കൂടിയ ആ അസുരനെ, അതാണ് നിജസ്പർശ പവിത്രിതായ തസ്മൈ ദൈത്യായ. നിജസ്പർശ പവിത്രിതായ, തൻ്റെ സ്പർശം കൊണ്ട് പവിത്രമാക്കിയ, ഭഗവാന്റെ സ്പർശം കൊണ്ട് ആ അസുരൻ പുണ്യവാനായി തീർന്നു. അതാണ് നിജസ്പർശ പവിത്രിതായ, തൻ്റെ സ്പർശം കൊണ്ട് പവിത്രമാക്കിയ തസ്മൈ ദൈത്യായ, ആ ദൈത്യന് ഉത്തമം സ്വം പദം ദത്വ, ഉത്തമം സ്വം പദം, ഉത്തമമായ തൻ്റെ പദത്തെ കൊടുത്തിട്ട്. ഉത്തമമായ തൻ്റെ പദം എന്ന് പറഞ്ഞാൽ വിഷ്ണുലോകം, വൈകുണ്ഠം തന്നെ. ആ വൈകുണ്ഠലോകം അരിഷ്ടാസുരന് നൽകിയിട്ട്, അതിൻ്റെ അർത്ഥം ഇതാണ്: ഭഗവാന്റെ സ്പർശം കൊണ്ട്, ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം കൊണ്ട് അരിഷ്ടാസുരന് സ്വർഗമൊന്നുമല്ല കിട്ടിയത്, സ്വർഗവുമല്ല നരകവുമല്ല ഭൂലോകവും ഒന്നുമല്ല കിട്ടിയത്, വൈകുണ്ഠലോകം തന്നെയായിരുന്നു. അത്രയ്ക്ക് ഉത്തമമായിട്ടുള്ള ഒരു ലോകം നൽകിയിട്ട് അതിനുശേഷം എന്താണ് ഭഗവാൻ ചെയ്തത്? കിം അഭി അകൃത്വാ ഇവ തത, അതിനുശേഷം മോക്ഷം കൊടുത്തതിന് ശേഷം, മരിച്ചു, തൻ്റെ കൈകൊണ്ട് വധിച്ചു, അതിനുശേഷം അരിഷ്ടാസുരന് മോക്ഷം കിട്ടി. അപ്പോൾ ആ വധത്തിന് ശേഷം കിം അഭി അകൃത്വ ഇവ തഥ, അതിനുശേഷം എന്നർത്ഥം. ആ പ്രവൃത്തിക്ക് ശേഷം കിം അഭി, ഒന്നും തന്നെ അകൃത്വ ഇവ, ചെയ്തില്ല എന്നതുപോലെ. അതായത് പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയും താനായിട്ടൊന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്ന് അഭിനയിച്ചിട്ടാണോ എന്ന് തോന്നും. മറ്റുള്ളവർ നോക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഒന്നും ചെയ്തില്ല എന്നേ തോന്നുള്ളൂ. അങ്ങനെ ആ ഒരു സ്വഭാവത്തോട് കൂടിയിട്ട്, ആ ഒരു മനസ്ഥിതിയോട് കൂടിയിട്ട് മിത്രേണ ജനേന സാകം ഭൂയ ചിക്രീഡ, തൻ്റെ കൂട്ടുകാരോട് കൂടിയിട്ട്, അതാണ് മിത്രേണ ജനേന. അവിടെ ആ ഒരു വഴിയിൽ അല്ലെങ്കിൽ ഇടവഴികളിലൊക്കെ കളിക്കാനായിട്ടാണല്ലോ ഇവർ പുറപ്പെട്ടത്. അപ്പോഴായിരുന്നു വൃഷഭ രൂപം ധരിച്ചുകൊണ്ട് അരിഷ്ടൻ വന്നത്. അങ്ങനെ വന്നപ്പോൾ അവിടെ തന്നെ പണ്ടെന്തോ അല്ലെങ്കിൽ നേരത്തെ എന്താണോ ചെയ്തിരുന്നത് ആ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെട്ടു. മിത്രേണ ജനേന സാകം ഭൂയ, വീണ്ടും ചിക്രീഡ, കളിക്കാൻ തുടങ്ങി. രാത്രി നിലാവത്ത് വീണ്ടും എല്ലാ ഗോപന്മാരും ഒക്കെ കൂടിയിട്ട് കളിക്കാൻ തുടങ്ങി. അവരാരും ഇതൊന്നും അറിഞ്ഞതുപോലുമില്ല എന്നാണ് ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ അരിഷ്ടൻ എന്നു പേരുള്ള അസുരനെ വധിക്കുകയും ചെയ്തു. വധിച്ചു യമലോകത്തേക്കൊന്നുമല്ല പറഞ്ഞയച്ചത്, തൻ്റെ സ്വന്തം സ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് അരിഷ്ടനെ പറഞ്ഞയച്ചുകൊണ്ട്, അരിഷ്ടനൊരു സദ്ഗതി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഭഗവാൻ വീണ്ടും ക്രീഡകളിലേക്ക് ഇടപെട്ടു എന്ന് പറഞ്ഞ് ആ ഒരു സന്ദർഭം നിർത്തുകയാണ്. ഇനി ഭഗവാനെ ദേവന്മാരൊക്കെ കൂടിയിട്ട് സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകത്തിൽ 30ാമത്തെ ശ്ലോകം നോക്കൂ. സ്മിതം ന ഭേദിശ്വസിതം ന ദീർഘം മുകുന്ദ ന സ്വേദി മുഖം ത്വദീയം ന വിക്രിയാ സംയതി കാചനേതി സംസ്തൂയ ദേവാ കുസുമാന്യവർഷൻ. നമുക്കാദ്യം ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. സ്മിതം ന ഭേദി, ശ്വസിതം ന ദീർഘം, മുകുന്ദ ന സ്വേദി മുഖം ത്വദീയം. അവിടെ ഒന്നും ഒരു പദത്തിലും സമാസമില്ല. ന വിക്രിയാ സംയതി കാചന ഇതി, അവിടെയാണ് ഒരു പദച്ഛേദമുള്ളത്. കാചന ഇതി സംസ്തൂയ ദേവാ കുസുമാനി അവർഷൻ.
ദേവന്മാർ കുസുമങ്ങൾ വർഷിച്ചു. ദേവന്മാർ ആകാശമാർഗത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ വീരപ്രവൃത്തി കണ്ടുകൊണ്ട്, അതായത് അരിഷ്ടാസുരനെ വധിക്കുന്നത് കണ്ടുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി. അതാണ് കുസുമാനി അവർഷൻ. ദേവന്മാരെല്ലാവരും കുസുമങ്ങൾ വർഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കുസുമങ്ങൾ വർഷിക്കുന്നതിന് മുമ്പ് ദേവന്മാർ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാനെ സ്തുതിച്ചത് എന്നാണ് ആദ്യത്തെ വരികളിലൊക്കെ പറയുന്നത്. സ്മിതം ന ഭേദി. ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും, ഇതപര്യന്തമുള്ളതായ എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ട് മുകളിൽ നിൽക്കുന്നവരായിട്ടുള്ള ദേവന്മാർ ഭഗവാനോട് പറയാണ്, സ്മിതം ന ഭേദി. ഹേ മുകുന്ദ. മുകുന്ദ എന്നുള്ളത് സംബോധനയാണ്. ഹേ മുകുന്ദ, തവ സ്മിതം ന ഭേദി. ത്വദീയം. ത്വദീയം എന്ന് അവസാനം പറഞ്ഞിട്ടുണ്ട്. ഈ വരിയിലെ രണ്ടാമത്തെ വരിയുടെ അവസാനത്ത് പറയുന്നുണ്ട്, ത്വദീയം സ്മിതം ന ഭേദി. അങ്ങയുടെ ചിരി, സ്മിതം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി, ന ഭേദി, അല്പം പോലും മങ്ങിയില്ല. മുമ്പ് എങ്ങനെയായിരുന്നോ ഭഗവാൻ എല്ലാവരോടും പ്രസാദിച്ചിരുന്നത്, അതേപോലെ തന്നെ ചിരിച്ചുകൊണ്ടാണ് അങ്ങ് ഈ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എന്താണ്, ഒരു വധമാണ് നടന്നിരിക്കുന്നത്. അരിഷ്ടനെ വധിക്കുമ്പോൾ അങ്ങയുടെ മുഖത്ത് നിന്നും പുഞ്ചിരി മാഞ്ഞു പോയതേയില്ല. മുഖത്ത് എപ്പോഴും ആ പുഞ്ചിരി കളിയാടിയിരുന്നു. അതുപോലെ തന്നെ ദീർഘം ന ശ്വസിതം. ഈ വധം പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ക്ഷീണം വേണമെങ്കിൽ ഉണ്ടാവാലോ, പക്ഷേ അതിൻ്റെ ഒരു ദീർഘശ്വാസം എടുക്കലൊന്നും ഉണ്ടായില്ല. വയ്യാതെയായി എന്നുള്ളതോ ക്ഷീണമായി എന്നുള്ളതൊക്കെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ സാധാരണ എല്ലാവരും തന്നെ ചെയ്യാറുള്ളതായ ശ്വാസോച്ഛ്വാസം കഴിക്കൽ, വേഗം ഓടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ളത് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം കഴിക്കാറുണ്ട്. അതൊന്നും ചെയ്തില്ല. അതാണ് ദീർഘം ന ശ്വസിതം. മാത്രമല്ല മുഖം ന സ്വേദി. മുഖത്ത് അല്പം പോലും മുഖത്ത് എവിടെയും ഒരു വിയർപ്പിൻ്റെ കണിക കാണാനും സാധിച്ചില്ല. ബലപ്പെട്ട ഭാരപ്പെട്ട പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രവൃത്തികൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വ്യാപാരങ്ങൾ ഒക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിരി മാഞ്ഞു പോവും, നമുക്ക് ദേഷ്യം വരും, അതുപോലെ തന്നെ ദീർഘമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം കഴിക്കും, അതുപോലെ മുഖത്ത് അവിടെയായിട്ട് വിയർപ്പിൻ്റെ കണികകൾ ഉണ്ടാവും. അതൊന്നും ഉണ്ടായില്ല. എന്നിട്ടോ ന വിക്രിയ സംയതി കാചനേതി. സംയതി കാചന വിക്രിയ ന ഇതി സംസ്തൂയ. സംയതി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ രണ്ടുപേരും തമ്മിലുണ്ടായതായ, അരിഷ്ടനും ശ്രീകൃഷ്ണനും തമ്മിലുണ്ടായതായ യുദ്ധത്തിൽ കാചന ന വിക്രിയ ഇതി, ഒരു തരത്തിലുള്ള വിക്രിയകൾ എന്ന് പറഞ്ഞാൽ വികൃതി, മാറ്റങ്ങൾ, അതായത് സ്വതസിദ്ധമായിട്ട് ഭഗവാന്റെ രൂപവും ഭാവവും എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് അല്പം പോലും മാറിയില്ല. ലേശം പോലും മാറ്റങ്ങൾ ശരീരത്തിനോ മുഖത്തിനോ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതി സംസ്തൂയ എന്നിങ്ങനെ സ്തുതിച്ചുകൊണ്ട് ദേവന്മാർ കുസുമാനി അവർഷൻ, ആകാശമാർഗത്തിൽ നിന്നുകൊണ്ട് പൂക്കൾ വർഷിച്ചു. ഭഗവാന്റെ ശിരസിലേക്ക്, ശ്രീകൃഷ്ണന്റെ ശിരസിലേക്ക് പൂക്കൾ വർഷിച്ചു എന്നർത്ഥം. ദേവന്മാർ ഇച്ഛിച്ച കാര്യങ്ങൾ മുഴുവനും ഭഗവാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നടന്നു എന്നുള്ളതിൻ്റെ സന്തോഷം കൊണ്ടാണ് പുഷ്പവൃഷ്ടി ഉണ്ടായത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്മൈ നിജസ്പർശ പവിത്രിതായ ദൈത്യായ ദത്വാ പദമുത്തമം സ്വം കിമപ്യകൃത്വേവ തതഃ സ ഭൂയശ്ചിക്രീഡമിത്രേണ ജനേന സാകം. സ്മിതം ന ഭേദി ശ്വസിതം ന ദീർഘം മുകുന്ദ ന സ്വേദി മുഖം ത്വദീയം ന വിക്രിയാ സംയതി കാചനേതി സംസ്തൂയ ദേവാ കുസുമാന്യവർഷൻ. അങ്ങനെ അരിഷ്ടനെ വധിക്കൽ കഴിഞ്ഞു. ദേവന്മാർ സന്തോഷിച്ചു, പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി. ഇനി പഴയതുപോലെ ഭഗവാൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ക്രീഡകളിലേക്ക്, ഗോപന്മാരുമായിട്ടുള്ള ഒരുമിച്ചുള്ള നടത്തങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ കഥകൾ നോക്കുമ്പോൾ പിന്നെയും ഇനിയും അസുരന്മാരും ആക്രമണകാരികളായിട്ടുള്ള ആൾക്കാരൊക്കെ വരും. അവരെയൊക്കെ ഭൂമിയുടെ ഭാരം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭഗവാൻ അവർക്കൊക്കെ വധിക്കുകയും ചെയ്യും, അവർക്കൊക്കെ ഉത്തമമായിട്ടുള്ള പദം കൊടുക്കുകയും ചെയ്യും. രണ്ട് സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.